Excuse me. What now? Is he still on his way? Yes, Mr. Williams. Ravi will join us any moment from now. How dare you, Mr. Nair? How dare he take me for granted like this? I just don't understand. Mr. Williams, actually Ravi was... Look! I'm here in Dubai for 4 days, doing nothing. Simply waiting for him. And what does he think I am? Another stupid, idiotic Indian like you? Come on, Mr. Williams. Don't get agitated, please. Well, may I join you for a drink? Excuse me, some more beer, sir? Out! Clear out! Mr. Williams. I said leave me alone! Please! Okay. Welcome back, Ravi. Good morning, sir. Morning, sir. Hi, everybody. Anjali Bhaktiyar. And he's Mr. എനിക്കറിയാം ചന്ദ്രൻ നായരെ. Hi, Mr. Chandran Nair. He's one of his senior directors, a big brother to you, and a long-time associate. അങ്ങനെ പലതും, അല്ലേ? And he's Yusuf. Hi. ഇനിയിപ്പോ ആരാന്ന് പറഞ്ഞാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. Well, you can call him my... Your shadow? Yes, shadow. നിഴല് പോലെ വിശ്വസ്തൻ. രവി. അറിയാം. ആർതർ വില്യംസ് ആയി വെയിറ്റ് ചെയ്യുന്നു. അയാൾ ഭയങ്കര ചൂടാണ്. ഇത് ചൂടൊന്നുമല്ല, അവിടെ കിടന്ന് തിളച്ച് മറിയ അയാള്. അയ്യേ, ഇതാണ് ചന്ദ്രേട്ട സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കാന്ന് പറയുന്നത്. അവൻ കിടന്ന് തിളക്കട്ടെ, ഹൂ കെയർസ്. എന്റെ സമയം പോലെ സൗകര്യം പോലെ കാണും ഞാൻ അവനെ. ജാസ്മിൻ. Yes, sir. Start the conference 30 minutes from now. Lena. Yes, sir. Be with her. She's my guest. Yeah, please come. Bye. Yusuf. Yes. Chandratan. Yes, Ravi. I need a drink. Sure, come on. എന്നിട്ട് പറഞ്ഞില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? മുമ്പെങ്കും പതിവില്ലാത്ത പോലെ കൂടെ ഒരു പെണ്ണ്, അഞ്ജലി ബക്തിയാർ. ഷീ സ്റ്റിൽ ഇസ് എ മിസ്റ്ററി. ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻ ഹേഗനിലാണ്, കഴിഞ്ഞ ട്രിപ്പിന് ഒരു ആർട്ട് ഗാലറിയിൽ. പിന്നെ ലണ്ടൻ, ബെയ്റൂത്ത്, വേറെ എവിടെയൊക്കെ വെച്ചുള്ള ഗാംബ്ലിംഗ് ജോയിന്റ്സില്, റേസ് കോഴ്സില്. പിന്നെ ഈയിടെ ബോംബെ ജോഗേശ്വരിൽ ചന്ദൻ ബാപ്പയുടെ ഇഫ്താർ വരുന്നു. എവിടെ ചെന്നാലും ഇവിടെ പിന്നാലെ ഉണ്ട്, നിഴല് പോലെ. എ സോ കോൾഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫ്രം മന്നാട്ടൻ, നൗ ഇൻ ചാർജ് ഓഫ് ഗ്ലോബൽ ലൈസൻസ് ഫോർ നിക്കൽസ് ആൻഡ് പ്രാഫ്. ഇപ്പതാ ഒരു മുട്ടുസൂചിയുടെ വലിപ്പമില്ലാതിരുന്ന നമ്മുടെ ഈ രവിമാമനൻ വാൾത്തർ ഗ്രൂപ്പ് വിരലിലുണ്ടാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്നവൾക്ക് പഠിക്കണം, റാദർ റിസർച്ച് ചെയ്യണം. എന്നിട്ട് സമ്മതിച്ചോ? ലോ, ബോംബെ നിങ്ങളെ കാല് പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ. Then ഗോയിങ് ബൈ ഇൻറ്റ്യൂഷൻ ഞാൻ ഇവിടെ കുറിച്ച് അന്വേഷിച്ചു. മുൻപ് പോസ്റ്റ് എമർജൻസി പീരീഡില് ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു സെൻട്രൽ സെക്രട്ടറി അഞ്ജന ഗുപ്ത ഇല്ലേ, ദ നൊട്ടോറിയസ് മിസ്സിസ് ബക്തിയാർ, അവരുടെ ഒറ്റ മകൾ.
ഇപ്പൊ കയ്യിലുള്ളതടക്കം 9 പാസ്പോർട്ട് ഉണ്ട് ഒരു മുട്ടകളുടെ കയ്യില്. യു മീൻ? ഏയ് പേടിക്കണ്ട. നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പ് ജനനം മുതൽക്കുള്ള ഇവളുടെ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ എത്തും. ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം അടക്കം. സോ ചിയേഴ്സ് ടു സർ വില്യംസ്. Morning, sir. മോർണിംഗ് അനി. Good morning, sir. Morning, sir. Morning, sir. Morning. Sit down, please. Cheers, Mr. Ravi Maman. My apologies to all of you for the delay. Cheers, Mr. Ravi Maman. So, Vengi, you are... Well, do you see me here, Mr. Ravi? Yes, I do. Okay, then. Let us come to our project. Sorry, it will have to wait. Wait. Yes. Hey, Mr. Nair. What is this? അല്ല രവി, മിസ്റ്റർ വില്യംസ്. ചന്ദ്രേട്ടൻ ഈ തൊലി വെളുത്തവന്മാരോടുള്ള അധമത്വം തീർന്നില്ല ഇപ്പോഴും അല്ലേ? Sorry. Look, Mr. Williams. Yes? You are being paid for every fraction of a second you spend here. And not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then Vengi. I have requested for an extension. No, rejected. നാളെ നീ സൈറ്റിലുണ്ടാവണം ഏത് സമയത്തും. And you three. Yes. Sir. This will not work. വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് പോലെ ഡോളർ മുളച്ചു പൊന്തുവന്ന് കണക്കൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് സ്റ്റഡി ഉണ്ടല്ലോ, I would call it a pipe dream. Marianne. Sir. Go ahead with your payments. Yes, sir. നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം. But നീ സജസ്റ്റ് ചെയ്ത ഫെർട്ടിലൈസർ ഷെയർസ് we are not buying them. But, sir. No chance. Mr. Haynes. Yeah? ചേട്ടൻ ഒരു അല്പം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും for the clouds to clear. Okay. ഏറിയാൽ ഒരു 3 ആഴ്ച. I'll give you the signals by then. Well, boss, but we have a Shit! Stop this, I say! How dare you, Mr. Ravi? How dare you humiliate me like this? How dare you keep me waiting? Will you finish with your chumchas? And that too in the presence of such colored creeps. Shut up, you! Look, Mr. Ravi, I will not tolerate this. Never! I am British. I am a British citizen. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, that you are British. നിന്റെ നിറം, നിന്റെ ഒടുക്കത്തെ ബ്രിട്ടീഷ് പെരുമ. ജാസ്മിൻ, ആ കള്ളെടുത്ത് മാറ്റാൻ അവന്റെ മുമ്പിൽ നിന്ന്. ആ കള്ളെടുത്ത് മാറ്റാൻ പ്ലീസ്. Yes, sir. Hey, what is this, Mr. Ravi? For you, the meeting is over, Mr. Williams. What? I said the meeting is over for you. മീറ്റിംഗ് മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over forever. You can claim damages. Come on, man. I don't understand you. You don't understand? No, I don't. നിന്റെ മാതൃഭാഷ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക്? മലയാളം. What? Come on. Speak my language. Speak in English, man. Yes, I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, പറയണം. Can you say അമ്പലപ്പുഴ? Ambulapusha? What is that? പുഴയല്ല സായിപ്പേ, പുഴ. പൂവമ്പഴത്തിന് ഴ. അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താവിന്? What Ambulapusha? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗ്ഹാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പണി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം, നല്ല വെണ്ണ പോലെ ദഹിക്കണം, ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കില് that's your problem. Your problem of acute cerebral indigestion. രവി പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞുതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പന്മാര് ഇവിടെ വന്ന് എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കുമായിപ്പോ വിവരം വിദ്യാഭ്യാസമൊക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഈ ഇടുപ്പിളക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ്? ലണ്ടനിലെ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ, അങ്ങനെ രവിമാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ
ഇതിലുണ്ട് പിന്നെ സജഷൻസ്, സോറി കണ്ടീഷൻസ്. അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം 3/4 വെട്ടിച്ചുരുക്കണം. വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം. അതും പോരാഞ്ഞ് ഇന്ത്യക്കാരന്റെയും കറുത്തവന്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവന്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനിഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം. പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിൽ ഇങ്ങനെ മലയാളിയുടെ അണ്ണാക്കിൽ മണ്ണുവാരി ഇട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. എന്നാ വെച്ചോ. ആൻഡ് മിസ്റ്റർ വില്യംസ്, യുവർ കോൺട്രാക്ട് സ്റ്റാൻഡ്സ് ടെർമിനേറ്റഡ് ഫ്രം ദിസ് വെരി മൊമെന്റ് ഓൺവേർഡ്സ്. യു കൻ ഗോ. You dirty cheat! Stop that! ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി നീ പറഞ്ഞില്ലേ, ചംചാസ്, stupid Indian idiots and colored creeps എന്നൊക്കെ. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കാൻ ഞാൻ. Now better you fly back to London or to hell. Mr. Nair, please, can I join you for a drink? Well, if you feel so. Thanks a lot.